എന്റെ കൂടെ ഉള്ളതാണ് എന്റെ ഒരു സ്ട്രെങ്ത്. ഞാനൊരു NRI ആയാൽ നിങ്ങൾ ലോൺ തരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്ന സുൽത്താൻ ഖാബൂസ് മോസ്കിന്റെ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്, ഒമാനിലേക്ക് വരുന്നത്. ആ മോസ്ക് നായരുടെ മോസ്ക് എന്നാണ് അറിഞ്ഞിരുന്നത് തന്നെ മലയാളികളുടെ പ്രവാസി ജീവിതം. അല്ലെങ്കിൽ ഞാനൊരു 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ റിട്ടയർ ചെയ്ത് ഇരുന്നാണ്. അവിടെ പല രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ പണിയുമായിട്ട് ഇടപഴകി പോകാനായിട്ടൊരു സ്വല്പം വിഷമം തോന്നിയ ഘട്ടം. അങ്ങനെയാണ് പിന്നെ തിരിച്ച് ഇവിടെ തന്നെ വരിക. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം, ഞാൻ ഒമാനിൽ സോഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ സോഹാർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനി, എൻ്റെ നാട്ടുകാരനായ ഒരു മലയാളിയുടെ പ്രസ്ഥാനമാണ്. ശരിക്കും ആ പ്രസ്ഥാനത്തിന്റെ ഇപ്പോൾ CEO ആയിരിക്കുന്ന ആളിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശ്രീ MPG നായർ എന്നാണ് അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്നത്. ഗോപകുമാരൻ നായർ തിരുവനന്തപുരം സ്വദേശിയാണ്. വർഷങ്ങളായിട്ടുള്ള ഒമാനിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ടുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ട് അദ്ദേഹത്തിന്. എനിക്ക് ആ കൗതുകങ്ങളാണ് ഇപ്പോൾ എന്നാ ചോദിച്ചറിയാനുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. നമുക്ക് രണ്ടു പേർക്ക് സംസാരിച്ചാലോ? അതെ. ഏതാണ്ട് ഇപ്പം എത്ര വർഷത്തോളമായി ഒമാനിലെത്തിയിട്ട്? ഞാൻ 92 ലാസ്റ്റ് ആയപ്പം മസ്കറ്റിൽ എത്തിയതാണ്. 92 അതെ. അപ്പൊ അതിനു മുമ്പ് നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്? നാട്ടില് ശരിക്കും പറഞ്ഞൊരു 78 തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ എഴുന്നടക്കുകയാണെന്ന് തോന്നുന്നത്. ഞാൻ 77 എഞ്ചിനീയറിംഗ് പാസ്സായി. ആദ്യം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. പിന്നെ അവിടുന്ന് തന്നെ ഈ ഗവൺമെന്റ് സർവീസ് എക്സാം പാസ്സായിട്ട് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ്. ഇടയ്ക്ക് ഇപ്പോഴും ഡിഫൻസിൽ അത് തുടക്കം എനിക്ക് ആർമിയിലെ സെലക്ഷൻ കിട്ടിയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അന്ന് എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ല. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് സിവിൽ സർവീസുകളിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയത്. അപ്പം പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ ട്രിവാൻഡ്രം മോഡ്യൂളിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. ഓൾ കേരള ചാർജ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കേരളത്തിനെ പറ്റി അറിഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഈ എല്ലാ ബ്രാഞ്ച് വിസിറ്റിന് പോകുമ്പോഴും ആ സ്ഥലത്തിന്റെ കേരള അതെ യാത്ര ചെയ്യാൻ പറ്റി. പല അത് മറ്റു രീതിയിൽ നമ്മൾ പോകാത്ത പല സ്ഥലങ്ങളിലും ഈ കാപ്പി സെറ്റ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് വയനാട്ടില് അതാണ് ലാസ്റ്റ് ബ്രാഞ്ച് ആയിരുന്നു അന്ന്. അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്യാനും അവിടുത്തെ കൾച്ചറും ഇതുമെല്ലാം മനസ്സിലാക്കാനും പറ്റിയതാണ്. ശരി പറഞ്ഞാൽ അത്തരം ഒരു യാത്ര കുറെയൊക്കെ സാറിന്റെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി അങ്ങനെ ഒരു. അതെ, തീർച്ചയായിട്ടും നമ്മളത് അറിയാതെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ പല സംസ്കാരങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം ഇടപെടാൻ മാത്രമല്ല ഈ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരെയും നമുക്ക് സർവീസ് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു വിചാരം, ഒരു എന്താ പറയാ, ഒരു ദൃഢനിശ്ചയം ഉണ്ടായതൊക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഈ നമ്മൾ എത്തിപ്പറ്റാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലെ സർവീസ് കൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് ഈ പ്രവാസം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ചിന്തിക്കാൻ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അതോ? അല്ലല്ല, സ്വാഭാവികമായിട്ടല്ല. ഒരു ബാങ്കില് ഞാൻ ഉദ്യോഗസ്ഥനായതുകൊണ്ട് നമുക്ക് ഈ കൊമേഴ്സ്യൽ ലോൺ കിട്ടാനായിട്ട് പ്രയാസമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കാഷ്വലായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു ബ്രാഞ്ച് മാനേജറോട് സംസാരിച്ചു, ഞാനൊരു NRI ആയാൽ നിങ്ങൾ ലോൺ തരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് NRI ആയത്. ശരിക്കും ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ 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 അതെ. അല്ല, അത് പല ഓരോരുത്തരും വീട് വെക്കണം, അതെ, അല്ലെങ്കിൽ അനുജത്തിയെ കെട്ടിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ജോലിയായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ. ഒരുപാട് ആളുകളുമായിട്ട് പരിചയപ്പെടാനും ഒരു കേരളത്തിനെ തന്നെ അറിയാൻ പറ്റിയ ഒരു സാഹചര്യമാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ട്രാവൽ ചെയ്താൽ എൻ്റെ ഓഫീസിലെത്താം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഡിബേറ്റിന്റെ പുറത്താണ് എന്നാ ശരി ഞാൻ ബാങ്ക് വേണ്ടെന്ന് വെച്ചത്. അതെ, അപ്പൊ വീട്ടിലെല്ലാവർക്കും എതിരായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം, അതായത് പ്രവാസ ജീവിതം സ്വീകരിച്ചതിന് ശേഷം എന്താണ് പിന്നീട് ആ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു? ആദ്യം ഞാൻ വരുന്നത് ഖത്തറിലായിരുന്നു. ഖത്തറിൽ വെച്ചാണ് എനിക്ക് ഇവിടെ ഈ കെർലിയൻ അലാവി, അതായത് അന്ന് വിംബി അലാവി എന്നാണ് അറിഞ്ഞിരുന്നത്.
ആ കമ്പനിയുടെ പേര്. അതിലേക്ക് എന്നെ സെലക്ഷൻ ആക്കിയായിരുന്നു. അപ്പൊ അന്ന് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഇവിടെ തുടങ്ങുകയാണ്. സുൽത്താൻ ഖാബൂസ് അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മോണ്യുമെന്റ്. അത് ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ പിന്നെ മോസ്കുമാണ്. അപ്പൊ അങ്ങനെ സുൽത്താൻ ഖാബൂസ് മോസ്കിന്റെ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് ഒമാനിലേക്ക് വരുന്നത്. നമ്മുടെ ഇപ്പൊ ഒമാനിൽ തലയുയർത്തി നിൽക്കുന്ന ഗ്രാൻഡ് മോസ്കിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അതിന് അപ്പൊ ഓൾ ഇൻ ഓൾ എന്ന് തന്നെ പറയാൻ നല്ല ഒരു ഇതായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഒമാനിൽ തലയുയർത്തി നിൽക്കുന്ന ഗ്രാൻഡ് മോസ്കിന്റെ ചീഫ് എഞ്ചിനീയറോടൊപ്പമാണ് ഞാൻ. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ എന്റെ യാത്രകളിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ചില ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില തലത്തിലുള്ളവരായിരിക്കും. നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരാളിനെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴാണ്. അപ്പൊ അവിടെ അങ്ങനെ ഭയങ്കര ഒരു നല്ല ഓപ്പണിംഗ് ആയിരുന്നു. എന്ന് മാത്രമല്ല ഇവിടെ ആ മോസ്ക് നായരുടെ മോസ്ക് എന്നാണ് അറിഞ്ഞിരുന്നത് തന്നെ. മലയാളികളുടെ നായരെങ്കിലിന്റെ മോസ്ക് എന്ന കുട്ടികൾ വരെ പറയുമായിരുന്നു. എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്നത് തന്നെയാണ്. പിന്നെ സുൽത്താനുമായിട്ടും അവിടെ വെച്ച് സുൽത്താന്റെ നേരിട്ടുള്ള ഒരു മേൽനോട്ടത്തിലായിരുന്നു അത് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അപ്പം മിക്കവാറും 3 മുതൽ 6 മാസത്തിനകത്ത് അദ്ദേഹം വന്ന് നോക്കുകയും ഇതിന്റെ എല്ലാ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫുൾ ലൈവ് സൈസ് സാമ്പിൾസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിൽ നിന്നാണ് അദ്ദേഹം സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ തന്നെ 6 കൊല്ലം എടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അങ്ങനെ അദ്ദേഹത്തിനായിട്ടും അടുത്ത് കാണാനും ഇടപഴകാനും സാധിച്ചിട്ടുണ്ട്. ഒരു 4-5 തവണ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അക്കാലത്തുള്ള എന്തെങ്കിലും കൗതുകകരമായിട്ടുള്ള ഓർമ്മ തങ്ങിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്തോ അല്ലെ സുൽത്താനുമായിട്ടുള്ള സമയത്തോ? അല്ല, സുൽത്താന്റെ ഞാൻ അതിനുശേഷം ഈ ബെയ്ത്തൽ ബർക്ക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പാലസ് ആയിരുന്നത്. അപ്പൊ അവിടെയും എനിക്ക് ഈ കമ്പനിയുടെ ഇതിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ അകത്ത് ജെട്ടി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് ജെട്ടി. അതിന്റെ റീകൺസ്ട്രക്ഷനും എല്ലാം, പിന്നെ വലിയൊരു കോമ്പൗണ്ടുകളുണ്ട്, അതിന്റെ സർവേ ആയിട്ടും എല്ലാം വലിയ പ്രോജക്റ്റുകളിൽ ഞാൻ ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം കാലത്തെ 6 മണിക്ക് തന്നെ ഈ പാലസിനകത്ത് ഡ്രൈവ് ചെയ്യും. അപ്പൊ ഈ 6-6:30 ആകുമ്പോഴാണ് നമ്മൾ ഡ്യൂട്ടിക്ക് വരിക. അപ്പൊ ഇദ്ദേഹം എതിരെ ഡ്രൈവ് ചെയ്ത് വന്നാൽ നമ്മളൊക്കെ നിർത്തി, അദ്ദേഹം തന്നെ നമുക്ക് വാഹനം നിർത്തി തന്ന് നമ്മുടെ വാഹനം പോകാൻ അനുവദിക്കുക. അങ്ങനെ പലതവണ അദ്ദേഹത്തിനെ അടുത്ത് ഇടപഴകി. പിന്നെ ഈ ജെട്ടി എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതില് അദ്ദേഹം വന്നിരിക്കും തനിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അപ്പൊ അതിന്റെ ഈ കടൽ കൊക്കെന്ന് പറയുന്ന ക്രെയിൻസിന്റെ ഇതും അദ്ദേഹം മാത്രം ഇരിക്കും. അപ്പൊ ഇത് ഞങ്ങളിത് പൊളിക്കാൻ നേരം അദ്ദേഹം തന്നെ നടന്നു വന്ന് സംസാരിക്കാൻ ഒരു അവസരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിട്ട് തോന്നിയ നിമിഷങ്ങളായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ഒമാൻ ഡെവലപ്പായി. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാറിന്റെ ജേണി? അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് ഉണ്ട്. ഒമാൻ LNG, അതിന്റെ ട്രെയിൻ 2-ഉം ട്രെയിൻ 3-ലും അതിലും നമ്മുടെ ഈ വിംബി അലാവി എന്നുള്ള കമ്പനിയിലെ അതിൽ തന്നെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ അത് 2 പ്രോജക്റ്റ്. പിന്നെ അതിനുശേഷം പല ഒഫീഷ്യൽ നിലകളിലും ഇവിടുത്തെ എല്ലാ വലിയ പ്രോജക്റ്റുകളിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. ഈ റോയൽ ഒപ്പേറ ഹൗസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ജീവിതത്തിലെ ഓരോ വലിയ വലിയ മോണുമെന്റുകളാണെന്ന് തന്നെ പറയാം എല്ലാം. പിന്നെ ഇവിടുത്തെ പാർലമെന്റ് ഹൗസ്, അതെ, പിന്നെ മജ്ലിസ് എന്നാണ് അറിയുന്നത്. പാർലമെന്റ് ഹൗസ് ഉണ്ട്. മത്രയല്ല, അങ്ങ് നമ്മുടെ അൽബുസ്ഥാൻ പാലസ് തൊട്ട് മുമ്പിലായിട്ട് ഉള്ള ഇതാണ്. അത് 3 പാർലമെന്റ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ അതിനുശേഷം കസ്റലാം പാലസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഹെഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാലസാണ്. 3 സ്റ്റേറ്റ് ഹെഡ്സിന് ഒന്നിച്ച് താമസിക്കാവുന്ന രീതിയിലുള്ള പാലസ് പണിഞ്ഞിട്ടുള്ളത്. അത് മസ്കറ്റ് പാലസിന്റെ തൊട്ട് ചേർന്നുള്ളതാണ്. അവിടെയും അതിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് ഒമാന്റെ സിഗ്നേച്ചർ പോയിന്റുകളെല്ലാം ഉണ്ട്. എന്റെയും ഇതായിട്ട് പറയാവുന്നതാണ്. അതെ, അതുകൊണ്ട് ഒരു പ്രവർത്തനമാണ് ഒരു പ്രവാസി എന്ന നിലയിൽ. അതെ. ഞാനിവിടെ ഇത് കൂടാതെ 7 മോസ്കോളം എന്റെ മേൽനോട്ടത്തിൽ തന്നെ വേറെ ഞാൻ ഇവിടെ ഈ ദിവാൻ ഓഫ് റോയൽ കോർട്സിന്റെ 7
പിന്നെ മോസ്കുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ഭഗവാന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള നമ്മള് ചെയ്ത അർപ്പണമാണ്. അതെ, ദൈവമൊന്നും ഇല്ലല്ലോ, അല്ല എല്ലാത്തിലും. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള. അതെ അതെ. അപ്പൊ അതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു അറബ് രാഷ്ട്രം എന്ന് നമുക്ക് പറയാം. ഇവിടെ അള്ളാഹ് അല്ലെങ്കിൽ പ്രവാചകനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. സാർ തികച്ചും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാറിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ അവര് ഇപ്പോഴും തന്നെ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുകയും എല്ലാം ഇത്രയും കൊല്ലമായെങ്കിലും എനിക്ക് അതുകൊണ്ടുള്ളൊരു മുന്നേറ്റമല്ലാതെ ഇന്നുവരെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. നല്ലതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എപ്പോഴും നമ്മൾ വരുന്നത്. മോശം. അപ്പൊ ഞാൻ പലപ്പോഴും എന്റെ കൂട്ടുകാരോട് പറയും, എന്റെ കൂടെ ഉള്ളതാണ് എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട് ഞാൻ. അതെ അതെ, അങ്ങനല്ലേ പറയും. അതെ അതെ. ഈ പറഞ്ഞ നാട്ടില് പഠിച്ച എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച പഴയ ക്ലാസ്മേറ്റ്സുമായിട്ടൊക്കെ ഇപ്പോഴും സൗഹൃദം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ജയചാമരാജേന്ദ്ര കോളേജ്, അത് JSS യൂണിവേഴ്സിറ്റിയാണത്, അതിലാണ് ഞാൻ ഡിഗ്രി പാസ്സായി വന്നത്. അത് സുരത്കൽ RECയിൽ മുഖാന്തരം സെലക്ഷനായിട്ട് വന്നതാണ്. അന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് 5 ഇയർ കോഴ്സാണ്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരുന്നു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ അപ്പം അവിടുന്ന് പാസ്സായപ്പോ ഡിഗ്രി ഉള്ളത് കാരണം സെക്കൻഡ് ഇയർ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് സുരത്കല്ലിൽ നിന്ന് ഞാൻ മൈസൂരിലേക്ക് എത്താനുള്ള കാരണം. പിന്നെ ഈ JSS സെപ്പറേറ്റ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിലെ അലംനി വളരെ സ്ട്രോങ് ആണ്. ഇപ്പോഴും ഞങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ മീറ്റിങ്ങിന് അവര് വിളിക്കുകയും. അതേമാതിരി ഇവിടെ എല്ലാം 2008 ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് വന്ന സമയത്ത് ഞങ്ങളുടെ ഈ JSS അലംനിന്ന് അവര് ഞങ്ങളെ എല്ലാവരെയും ഇൻഫോം ചെയ്തിരുന്നു, ഈ ജോലി പോവുകയാണെങ്കിലൊക്കെ പ്രയാസപ്പെടരുത്, നേരെ അവിടെ വന്നിട്ട് ടീച്ചിങ് ജോലി എടുക്കുക. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ സൊഹാർ സ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. അത് ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് സൊഹാർ സ്റ്റാറിലേക്ക് വരാനുള്ള കാരണം. അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള വളരെ ഡൈനമിക് ആയിട്ടുള്ള മിസ്റ്റർ സുരേഷ് ഉണ്ണിയുണ്ട്. അദ്ദേഹം എൻ്റെ 2000 മുതലുള്ള ഫ്രണ്ടാണെന്ന് പറയാം. ഞാനിവിടെ ആദ്യമായിട്ട് സൊഹാർ ഏരിയയിൽ ചാർജായിട്ട് വന്നപ്പം ഈ ഷദീദ് ജിൻഡാൽ എന്ന് പറഞ്ഞ കമ്പനി ആദ്യമായിട്ട് കെട്ടാനായിട്ട് വന്നപ്പം, അന്ന് ഷദീദ് സ്റ്റീലിലാണ്, ജിൻഡാൽ വന്നിട്ടില്ലെന്ന്. അപ്പൊ അതിന്റെ തുടക്കത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയുള്ളൊരു ബന്ധമാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ കൊറോണ വരുന്ന സമയത്ത് എൻ്റെ മകൻ ദുബൈയിലായിരുന്നു. അപ്പൊ അയാളെ കാണാൻ പോകാനായിട്ട് വന്നതാണ്. ഇവിടെ നിന്ന് നേരെ ദുബായിക്ക് പോവാം, സൊഹാർ വഴിയാണല്ലോ, സൊഹാർ വഴി പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പം ഉച്ച സമയമായി. അപ്പൊ ഞാൻ ആഹാരം കഴിക്കണം എന്തായാലും. അപ്പൊ ഇദ്ദേഹത്തിനെ കാണാമെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിനെ വിളിച്ചതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ദുബായിക്കൊക്കെ പോകുന്ന എന്തിനാ, ഇവിടെ തന്നെ ഇരുന്നാൽ പോലെ, ഇത് സാറിന്റെ കമ്പനിയല്ലേ. അപ്പൊ ഞാൻ അവരും നല്ല ഗ്രോ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതില് അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ വന്നതാണ്. അങ്ങനെ ദുബായി പോകാൻ വന്ന വഴി ഇറങ്ങിയതാണ്, പോയിട്ടില്ല. ഇവിടെ സവാരി തന്നെയുണ്ട്. അതൊരു എല്ലാം യാദൃച്ഛികതയാണ്, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിക്കും ഇപ്പൊ CEO ആണ്, CEO ആണോ MD ആണ് ഈ നമ്മുടെ പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല ഒരു CEO ആയിട്ടിരിക്കുന്നതാണോ? ഒരു CEO ആകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈവൻ ഡയറക്ടേഴ്സിന്റെ അടുത്തായാലും എല്ലാവരുടെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകേണ്ടുന്ന ഒരു ജോലി ഈ CEOയ്ക്കുണ്ട്. എല്ലാത്തിലും നമ്മുടെ ഒരു ടച്ച് ഉണ്ടാകണം. ഇപ്പൊ ശരിക്കും ഇപ്പൊ 8 വർഷമായി ഇവിടെ 6 കൊല്ലം, 6ാമത്തെ കൊല്ലമാണ്. 6 കൊല്ലത്തെ പ്രവർത്തനത്തിനിടയിൽ കമ്പനി പല മേഖലകളിൽ വളരെ വളരെ ഉയർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടേൺ ഓവർ തന്നെ ഞാൻ വരുമ്പം ഒരു 2 മില്യൺ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയായിരുന്നു, 2 മുതൽ 3 വരെയൊക്കെ. ഇന്നിപ്പം നമ്മളൊരു 10 മില്യന്റെ ഇതായിട്ടുണ്ട്. പിന്നെ പുതിയൊരു അസോസിയേറ്റ് പാർട്ട്ണർ കൂടെ ഇപ്പം പുത്തനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കമ്പനി ഇനി ഒരു 15-20 മില്യന്റെ ടേൺ ഓവറിലേക്ക് മാറണം എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ അദ്ദേഹം വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു
മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ സുരേഷ്. അതെ അതെ, അദ്ദേഹമായിട്ട് എനിക്ക് പറയാനുള്ള ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അതെ അതെ, പ്രായ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, എന്നേക്കാൾ അദ്ദേഹത്തിന് നാട്ടിലും വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ പൊതുവെ സമൂഹത്തിൽ സാമൂഹ്യ ബന്ധം സൂക്ഷിക്കുന്ന ആളുകൾ. അതെ അതെ, പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സന്മനസ്സുള്ള ഒരു ഗ്രൂപ്പാണ് എല്ലാവരും. ഇപ്പൊ നമ്മുടെ ഇതിലെ ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു ചീഫ് ഓപ്പറേഷൻസ് മാനേജർ ആയിരുന്നത്. ഒരു രാജേഷ് ഉണ്ട്, അദ്ദേഹമാണ് ഈ കമ്പനിയുടെ ഒരു നെടും തൂണെന്ന് പറയാം. നമ്മൾ എന്ത് വിചാരിച്ചാലും അത് പ്രാവർത്തികമാക്കി തരുന്നത് അദ്ദേഹമാണ്. അപ്പം എല്ലാ പ്ലാനിങ് അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള, ഇപ്പം ഈ കൊല്ലം നമ്മൾ ഏകദേശം ഒരു 60 സ്റ്റാഫ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ ഒരു 100-150 എത്തുകയാണ്. ഇവിടെ ഒരു വലിയൊരു വർക്കുണ്ട്, ഈ വാലെ ബ്രസീൽ ഒമാൻ ഉണ്ട്, വാലെ ഒമാൻ്റെ ഒരു എക്സ്പാൻഷൻ അഡാപ്റ്റേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമുക്ക് കിട്ടി. അതൊരു 6.5 മില്യൺ ഒമാനി റിയാലിന്റെ വറുത്തുള്ളൊരു പ്രോജക്റ്റാണ്. അതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോബാണ്. ഒരു 9 മാസത്തിലൊക്കെ തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അപ്പം നമ്മളിങ്ങനെ മനസ്സിലൊക്കെ ഉദ്ദേശിച്ചാൽ അപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ളൊരു നല്ലൊരു ടീം കൂടി ഉണ്ടാവണം. എല്ലാവരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം കൊണ്ടാണ് ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത്. ഇത്രയും കാലത്ത് സാറിന്റെ ഒമാൻ ലൈഫിനിടയിൽ ഇപ്പൊ നമുക്കൊന്ന് തിരിച്ചു പോകാൻ, അതായത് ടൈം മെഷീൻ പോലെ തിരിച്ചു പോകാൻ വന്നാൽ വന്ന ആദ്യ കാലത്തുള്ള പ്രവർത്തനങ്ങളാണ് ഏത് കാലത്തിലേക്കായിരിക്കും തിരിച്ചു പോകാൻ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുന്നത്? തിരിച്ച് പോകാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മള് 2000 ആണ്ടില് മില്ലനിയം ആയ സമയത്ത് ഞാൻ ഇവിടുന്ന് ശോഭ ഡെവലപ്പേഴ്സിന്റെ ജനറൽ മാനേജർ ടെക്നിക്കൽ എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റിലേക്ക് ഞാൻ പോയതാണ്. അവിടെ വെച്ച് അവരുടെ ക്വാളിറ്റി കൺട്രോള്, പിന്നെ ക്വാണ്ടിറ്റി സർവേയിങ്, ഇതിൻ്റെയൊക്കെ കമ്പനിയുടെ ബുക്കും ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ PNC മേനൻ ഉണ്ട്, അദ്ദേഹവും ഞാനുമായിട്ട് ഇവിടെ ഈ മോസ്ക് സംബന്ധമായിട്ടും ഇവിടുത്തെ ഒരു ലീഡിങ് കോൺട്രാക്ടർ എന്നുള്ള രീതിയിലും അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ സർവീസ് വേണമെന്ന് പറയും. മസ്കറ്റിൽ നിന്ന് എല്ലാ വീക്കെൻഡ്സും പോയി ആദ്യം ചെയ്യും, പിന്നെ 1 കൊല്ലത്തോളം അവിടെ തന്നെ അവരുടെ ജനറൽ മാനേജർ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ നോക്കുമ്പോൾ അവിടെ പല രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ പണിയുമായിട്ട് ഇടപഴകി പോകാനായിട്ടൊരു സ്വല്പം വിഷമം തോന്നിയ ഘട്ടം. അങ്ങനെയാണ് പിന്നെ തിരിച്ച് ഇവിടെ തന്നെ വരിക. അപ്പം നാട്ടിലേക്ക് പോകണം എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. അതായത് ഈ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഈസിനെസ് ഇവിടെ കൂടുതലുണ്ട്. അവിടെ ആകുമ്പോൾ കുറേയധികം വേറെ ഫോഴ്സസ് ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പോവാം. നമുക്ക് നമ്മുടെ ഡിസിപ്ലിനായിട്ടും കുറച്ച് ഫ്രീഡത്തോടുകൂടിയും പിന്നെ ടെക്നിക്കലി വളരെയധികം ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് ടെക്നിക്കലി നമുക്ക് സ്വയം ഉയരാനും പഠിക്കാനും ഉള്ള ഒരു അവസരം ഇവിടെ കൂടുതൽ കിട്ടാറുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാറാണ് സെറ്റിൽ ആയിട്ടുള്ളത്. കവടിയാറാണ്, അവിടെ മണക്കാട്ടാണ് എൻ്റെ കുടുംബ വീട്. മണക്കാട്ട് കുഴിവിളാകം, അതൊരു 250 കൊല്ലം പഴകിയ ഒരു ഫാമിലിയാണ് അവിടുത്തെ. അതിലൊരു മെമ്പറാണ് അവിടെ. പിന്നെ ഇപ്പം കവടിയാറും മരുതൻകുഴിയൊക്കെ ആയിട്ടാണ് താമസം. കുടുംബം, മക്കള് 2 പേരാണ്. വൈഫ് എൻ്റെ ഒരു കസിനാണ്. അവിടെ കവടിയാറാണ് അവരൊക്കെ. പിന്നെ 2 മക്കളാണ്. ഒന്ന് മകളാണ് ലക്ഷ്മി നായർ, മകൻ വിമോജ് നായർ എന്ന് പറഞ്ഞത്. വിമോജ് നായർ ലക്ഷ്മിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. GCC പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഖത്തർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ അടുത്ത ബന്ധമുണ്ട്. പക്ഷെ ഒമാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ GCC നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു സ്പെഷ്യാലിറ്റി. എൻ്റെ പ്രവാസം ഞാൻ തുടങ്ങുന്നത് 83-ൽ തന്നെയാണ്. അന്ന് എനിക്ക് ഇറാഖിൽ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാനായിട്ടൊരു സെലക്ഷൻ. ഇറാഖിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞ വിങ്ങിലായിരുന്നു. എൻ്റെ ഒരു അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതും, അന്ന് ഞാൻ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അവിടുന്ന് അന്നത്തെ ഒരു ലീവ് എടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ആദ്യം ഒരു 1.5 കൊല്ലം ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കി ഞാൻ തിരിച്ച് സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയും ചെയ്തതാണ്.
അതാണ് എൻ്റെ ആദ്യത്തെ ഇത് പ്രവാസം. അതെ. അവിടെ ഇന്ത്യക്കാർക്ക് വളരെ സൗകര്യങ്ങളും ഓഹോ. ഒരു റെസ്പെക്റ്റും കിട്ടിയ ഒരു നാടാണ് ഇറാഖ്. അതിനുശേഷം ഞാൻ ഖത്തറിൽ വന്നു. അതിനുശേഷം ഇന്ത്യയിൽ പോയി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തിരിച്ച് ജോയിൻ ചെയ്തു. അല്ല, PNT ജോയിൻ ചെയ്ത് അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും സെലക്ഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് വന്നു. പോയി. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യം ഞാൻ വന്നതാണ്. അതിനുശേഷം ലോൺ എടുത്തു. ലോൺ എടുത്തു. വന്ന 10-15 ദിവസത്തിനകം തന്നെ ലോൺ എടുത്തു. അവിടെ ഒരു കൊമേഴ്സ്യൽ ചെറിയൊരു ബിൽഡിംഗ് തുടങ്ങി. അതെ അതെ, അതിപ്പോഴുണ്ട്. ഉണ്ട്. അപ്പം ലോൺ എടുക്കാൻ വന്നിട്ട് നമ്മൾ വഴി പറ്റിപ്പോയൊന്നും ലോൺ എടുക്കില്ല. അത് 10-15 ദിവസം, ഒരു മാസത്തിനകത്ത് തന്നെ എല്ലാം പേപ്പേഴ്സ് പ്ലാൻ ചെയ്താൽ സംഭവിക്കും. അതെ അതെ. അല്ല, ഞാൻ ഇവിടോട്ട് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലെന്ത് തീരുമാനിക്കുന്നെങ്കിലും എങ്ങനെയും നടത്തി പോകുന്നുണ്ടാണ്. അല്ല, അത് നമ്മളിപ്പോ ചിലര് എപ്പോഴും നാളെ എന്നുള്ളൊരു ദിവസമുള്ള പലർക്കും ആശ്വാസമാണ്. ചിലർക്കാണെങ്കിൽ ടുമോറോ ഈസ് ടുഡേ എന്നാണ്. നാളെ ഇല്ല, നാളെ ഇന്നാണ് എന്ന് വിചാരിക്കും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ സാറിന്റെ ഇപ്പൊ കരിയർ പറയുമ്പോഴത്തേക്ക് കുറെ സ്ഥാപനങ്ങൾ മാറി മാറി ജോലി ചെയ്തു, എല്ലാം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ട് സാറിന്, ഒരു അങ്ങനെ പറയാനുണ്ട്. അപ്പോ ഈ നമ്മുടെ ഒരു സക്സസ് ആവുന്നത്, കരിയറിൽ സക്സസ് ആവുന്നതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനം ഒന്ന്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ഫീൽഡിലെ ഏത് ഫീൽഡിലായാലും എല്ലാ ഫീൽഡും നല്ല അപ്ഡേറ്റഡ് ആയിരിക്കണം. കറണ്ട് അഫയേഴ്സിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി അവരുടെ ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ, അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. ഏത് ലേറ്റസ്റ്റ് കാര്യം ചോദിച്ചാലും നമുക്ക് ആധികാരികമായിട്ടല്ലെങ്കിലും ഒരു അല്പ നോളജെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത് ഹാർഡ് വർക്ക് ചെയ്താലേ മുമ്പോട്ട് വരാം. അതിനകത്ത് ആരുടെയും അപ്രീതി സമ്പാദിക്കാതെ എല്ലാവരുമായിട്ടൊരു കളക്റ്റീവായിട്ട് മുമ്പോട്ട് പോവുക. ഹാർഡ് വർക്ക് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സാറിന്റെ ലൈഫിലും ഹാർഡ് വർക്ക് തന്നെയാണ്. ഒരു വർക്കിൽ, ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. അല്ല, എനിക്കിപ്പോ ഈ മോസ്ക് എന്ന് പറഞ്ഞു, അതിലെ 1 മില്ലിമീറ്റർ പോലും ഞാൻ അറിയാത്ത ഒരു സംഗതി അതിനകത്തില്ല, സംഭവിച്ചിട്ടില്ല. അവരുടെ ഇന്നും ഏത് പ്രോജക്റ്റ് നമ്മൾ ചെയ്താലും വളരെ അടുത്ത് ഗെറ്റ് ഇൻവോൾവ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ. അതെ. പിന്നെ നമ്മൾ എപ്പം ഇഫ് യു ആർ പ്രിപ്പയർഡ് ദ ലക്ക് വിൽ ഫോളോ യു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നാൽ ഒരിക്കലും ആ ഒരു ഓപ്പണിംഗ് കിട്ടത്തില്ല. നമ്മളെ ഈ പ്രവാസ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? പ്രവാസ ജീവിതത്തില് എന്താ പറയാ, ഒരു ഒത്തൊരുമ വേണം എന്നുള്ളത്. അതിനകത്ത് ഈ ജാതിയും മതവും ഇതിനൊക്കെ അതീതമായിട്ട് എല്ലാവരും ഒരു എന്താ പറയുക, എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും എല്ലാത്തിനും നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് അതിൽ. ഇപ്പം ആദ്യം ചെറുതായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിൽ തോന്നാറില്ല. അതെ, നമുക്ക് നമ്മളൊരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് വരും ഇവിടെ. മറ്റേ നാട്ടിലാകുമ്പോൾ കുറെ കൂടെ സെൽഫിഷ് ആവും. ഇവിടെ കുറച്ചുകൂടി ഒരു, ഞാൻ തന്നെ അറിയാതെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ആണ്. 3 കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണാർക്കാട്ട് അവിടെ ഒരു പാഥയം ഒരു യൂണിറ്റ് ഉണ്ട്. അതൊരു ഹസ്ബൻഡും വൈഫും നടത്തുന്ന അന്നദാനം ആണ് അവരുടെ ഇത്. അപ്പൊ അതിൽ ഞാൻ മാസം ഒരു ചെറിയ തുക അവർക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള. അതെ, നമ്മൾ ഇപ്പൊ ജീവിതത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്, അല്ലെ, നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ളവരും സന്തോഷിക്കുന്നതിനെ കൂടെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പറയാറ്. അല്ല, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്റെ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല, മുഖത്തിനും കുഴപ്പമില്ല. ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മുഖമല്ലേ ഞങ്ങൾ കാണുന്നുണ്ട്, ചിരിച്ചുകൊണ്ടുള്ള. സാറിനെ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്കും ഫീൽ ചെയ്യാറുണ്ട്. അതെ, വളരെ നമ്മളെ ദൈവം കാക്കും എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പ്രവാസികൾ ശരിക്കും പറഞ്ഞാൽ പ്രവാസ ജീവിതം നയിക്കുന്ന സാറിനെ പോലുള്ള നിരവധി ആളുകൾ, സുരേഷ് ഉണ്ണി സാറിനെ പോലുള്ള നിരവധി ആളുകൾ നമ്മുടെ നാടിന് നൽകിയ സമ്പാദ്യം പണത്തിനേക്കാൾ ഉപരി വേറെ എന്താണ് പറയാൻ, ഇവിടെ കുറെ പണം ഡംപ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോ ഒരുപാട് പേർക്ക് ഇവിടോട്ട് ജോലി ദാനം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ഉണ്ണിസാറിനെ പോലുള്ളവർ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുഖാന്തരം
നമ്മുടെ പരിചയത്തിലുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ജോലിക്ക് വരുന്നവരെ സഹായിക്കാനും സെലക്ഷൻ മുതൽ അവരുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടും നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എന്താ സംതൃപ്തിയുമുണ്ട് ഇടയ്ക്ക്. അതെ അതെ അതെ. ശരിക്കും പ്രവാസ ജീവിതം ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ജീവിതത്തിൽ തോന്നിയിട്ടില്ല? ഇല്ല, തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, പ്രവാസ ജീവിതം അല്ലെങ്കിൽ ഞാനൊരു 55 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ റിട്ടയർ ചെയ്ത് ഇരുന്നേനെ. ഇന്നിപ്പം എന്താ പറയാ, സ്വീറ്റ് 70 ആണ്. ഇപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സാറിനെപ്പോലുള്ളൊരു എക്സ്പീരിയൻസ് എന്തിനാണ് 55 വയസ്സിൽ കട്ട് ചെയ്യുന്നത്? അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ പല നല്ല സംഗതികളും വലിയ പ്രോജക്ട്സ് വന്നിട്ടുള്ളത് ടുവേർഡ്സ് ആഫ്റ്റർ 45 ആണ്. 42-ന് ശേഷമാണ്. ഞാൻ മോസ്കിൽ വന്നത് 42 ഒക്കെ ആയപ്പോഴാണ്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. പിന്നെ ഇന്ത്യയിലെ തന്നെ നമ്മുടെ അരൂർ റെയിൽ ബ്രിഡ്ജ് ഉണ്ട്, അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഭഗീരഥ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ കൂടെയും അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ കുറച്ച് നന്നായിട്ടുള്ള പ്രോജക്ട്സും ചെയ്തിട്ടുണ്ട്. പറയാനാണെങ്കിൽ നല്ല നല്ല ധാരാളം പ്രോജക്റ്റുകളുടെ നെടുന്തൂണായിരുന്നിട്ടുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. സാറിനെ മനസ്സിലാക്കുന്നത്, സാറിനോട് അല്പം സംസാരിക്കുന്നത്. ഞാൻ ഇപ്പൊ ശരിക്കും സാറിനെ പരിചയപ്പെടുമ്പോൾ അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് നമ്മൾ ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോഴും കൂടുതൽ അറിയുന്നതും. അപ്പൊ നമുക്ക് ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ ഒരു അടുപ്പം കൂടുകയാണ്. ഇവിടുത്തെ ഒമാനിലെ സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ എല്ലാം സാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഞാനും രഞ്ജിത്തുമായിട്ട് കാണാൻ ഇടപെട്ടത് തന്നെ. ഇവിടെ മിക്കവാറും ഉള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ഞാനിപ്പം അതെ വളരെ സന്തോഷം സാർ ഇത്രയും സമയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഇനി ഓഫ് ക്യാമറയിൽ സംസാരിച്ചാൽ കുറച്ചുകൂടെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. എങ്കിലും അവസാനമായിട്ട് ഒരിക്കലും നമ്മുടെ ഈ ഇത്രയും നാൾ ജീവിതത്തിനിടയിൽ നല്ല ഓർമ്മയിൽ തങ്ങിയിരിക്കുന്ന എന്തെങ്കിലും വേദനിപ്പിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ കൗതുകം നിറഞ്ഞതാവട്ടെ, അല്ലെങ്കിൽ അത്ഭുതം നിറഞ്ഞാവട്ടെ, എന്തെങ്കിലും ഒരു ഓർമ്മയും കൂടെ പങ്കുവയ്ക്കാൻ? ഓർമ്മ എന്ന് പറഞ്ഞാല് വളരെ നിരാശയുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഡിപ്ലോമ ഉണ്ട്, ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയൊരു ഹ്രസ്വകാല കോഴ്സാണ്. ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അറബിക്കില്. ഞാൻ അത് പാസ്സായിട്ടാണ് ഗൾഫിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം ആ അറബിയൊന്നുമല്ല, അവിടെ പഠിച്ച അറബി. പക്ഷെ എഴുത്തും വായനയും എനിക്ക് ഇന്നും അറിയാം. എല്ലാ അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും വായിക്കാൻ പറ്റും. എഴുതാനും ചിലപ്പം കുറെ തെറ്റുകളൊക്കെ വരും, എന്നാലും അതിനും ചിലപ്പോൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നോട് ആരും അറബി സംസാരിക്കാൻ, എല്ലാവർക്കും എന്നിൽ നിന്നും അങ്ങോട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അങ്ങനെ എനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. നിരാശയുണ്ടെങ്കിലും അതും സന്തോഷമാണ്. ഒരുപാട് പേര് പലരും എന്നെ ടീച്ചർന്ന് തന്നെ വിളിക്കാറുണ്ട്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ കാരണമാണെന്ന്. അതാണ് എനിക്ക് വളരെ കൗതുകകരം. പക്ഷെ എന്നിൽ നിന്നുള്ള അറിവ് പൂർണ്ണമായിട്ട് പോയി എന്ന് പറയാം. ഇവിടെ ശരിക്കും അറബി നാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടി അറബി പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നവർ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടി അതാണ് തീർച്ചയായിട്ടും ഒരു കൗതുകം. സുരേഷ് നിസാറൊക്കെ വളരെ ലാഘവത്തോടെ അറബി കൈകാര്യം ചെയ്യും. അത് ഈ പറഞ്ഞ എല്ലാ ലേബർ കണ്ടിട്ട് അല്ല, അത് ഒന്ന് നമ്മുടെ ഇൻവോൾവ്മെന്റും കൊണ്ടുണ്ട്. ഇദ്ദേഹമൊക്കെ പബ്ലിക്കായിട്ടൊരു ഇന്ററാക്ഷൻ വളരെ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. നമ്മൾ അത്രത്തോളം അത് മാത്രമല്ല കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. സാറൊക്കെ വളരെ എല്ലാവരുമായിട്ട് മനസ്സറിഞ്ഞ് സംസാരിച്ച്, അപ്പൊ അങ്ങനെ ഒരു നഷ്ടം അതുകൊണ്ട് ഗെയിനും ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് ഒരു ഗെയിം തന്നെയാണ്, ഒരു നഷ്ടമില്ല. താങ്ക്സ്.